ഈ കപ്പൽ അപകടം കൊച്ചിയിലാണ് ഉണ്ടായത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കപ്പൽ അപകടത്തിൽപ്പെട്ട് ഈ ചരക്കുകൾ കടലിലേക്ക് വീഴുകയായിരുന്നു എന്ന നിർദ്ദേശം വി അരുൺ വിശദാംശങ്ങളുമായി. അരുൺ, സ്ഥിരീകരിക്കാമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് വിവരം. കൊച്ചിയിൽ ഉൾക്കടലിൽ എവിടെയോ ഒരു കപ്പൽ ചരിഞ്ഞു എന്ന് വേണം. അപകടത്തിൽ പൂർണ്ണമായും കപ്പൽ മറിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സ്ലൈഡായി എന്ന വിവരമാണ് നമുക്ക് കോസ്റ്റ് ഗാർഡിന്റെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. കപ്പൽ സ്ലൈഡ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് പോവുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അതിൽ ഈ മറൈൻ ഫ്യൂവൽ അടക്കമുള്ള കാര്യങ്ങളാകാം ഉണ്ടായത്. അതുകൊണ്ടാകാം ഇത്തരത്തിൽ ഒരു സന്ദേശം വന്നത്. കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അത് ഏത് തരത്തിൽ ഇവിടെ നിന്നുള്ള കപ്പലാണ് അല്ലെങ്കിൽ അത്ര വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കപ്പൽ അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് കടലിൽ വീഴുകയും അതിങ്ങനെ ഒഴുകി നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തീരത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നൊരു സന്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വഴി കോസ്റ്റ് ഗാർഡ് ജനങ്ങളെ അറിയിക്കുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഈ അപകടം കുറച്ചുകൂടി വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. കൊച്ചിക്ക് സമീപം എവിടെയാണ്, ഉൾക്കടലിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ഷിപ്പാണോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണോ അത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. അതിന്റെ വിശദാംശങ്ങളും മറ്റ് ചിത്രങ്ങളും ഒക്കെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് ഇത്, എങ്ങനെ, എത്രത്തോളം വലിയ കപ്പലാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഗുഡ്സ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു, എപ്പോഴാണ് സംഭവിച്ചെന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു കപ്പൽ അവിടെ അപകടത്തിൽപ്പെട്ടത് പൂർണ്ണമായും മറിഞ്ഞു എന്നല്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ലൈഡ് ആയിട്ടുണ്ട് എന്നൊരു വിവരമാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമായത്. അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു സന്ദേശം ആ രീതിയിൽ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ നൽകുന്നത്. ശരി, ഇപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് വിശദമായി തന്നെ ഈ വിഷയം സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക്. മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കേരള തീരത്ത് നിന്ന് അറബിക്കടലിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ, കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. അത് കണ്ടെയ്നർ ഷീറ്റൊക്കെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്, എണ്ണയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറും ഒരു വസ്തുവും, അപൂർവമായി കാണുന്ന ഒരു വസ്തുവും സ്പർശിക്കരുത്. അത് അന്നേരം തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 112 അറിയിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും. ഈ സന്ദേശം ശബ്ദ സന്ദേശമായി പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി. 24/5/2025 ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നത്. കുറച്ചുകൂടി വിവരങ്ങൾ ഈ അപകടത്തെ സംബന്ധിച്ചിപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിൽ വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ജീവനക്കാരെ കപ്പലിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ കണ്ടെയ്നറുകൾ, കപ്പൽ ചെരിയുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കടലിൽ ഒഴുകി നടക്കുന്നു. അവയ്ക്ക് അടുത്തേക്ക് പോകരുതെന്ന് കപ്പലുകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ബോക്സുകൾ തീരത്തടിഞ്ഞാൽ അവയ്ക്ക് അരികിലേക്കും പോകരുത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടമുണ്ടായത്. ഏത് രാജ്യത്തിന്റെ കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ കടലിൽ എണ്ണ പടരാൻ സാധ്യത ഉണ്ട് എന്ന നിർദ്ദേശവും ഇപ്പോൾ വരുന്നുണ്ട്. വി അരുൺ തന്നെ തുടരുന്നുണ്ട്. അരുൺ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തര നിർദ്ദേശം വന്നത്. അത് കൊച്ചിയിൽ നിന്ന് കുറച്ചകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും കേരള തീരത്ത് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ്, കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും അത് മറിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കപ്പലിൽ നിന്ന് കപ്പൽ ചരിഞ്ഞ് അതിനുള്ളിലുള്ള വസ്തുക്കൾ, കണ്ടെയ്നറുകൾ, കുറച്ച് വലിയ അളവിൽ കണ്ടെയ്നറുകൾ ഉണ്ട്. ചിത്രങ്ങളിൽ തന്നെ അത് ഏകദേശം വ്യക്തവുമാണ്. നിരവധി കണ്ടെയ്നറുകൾ അതിൽ
ഉണ്ട്. അത് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അടിയാനുള്ള സാധ്യതയുണ്ട്. അത് തീരത്തേക്ക് എത്തുകയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കാണാൻ കഴിയുകയോ ചെയ്തേക്കാം. അങ്ങനെ വന്നാൽ ഏത് സാഹചര്യത്തിലും അതിനടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഈ കപ്പൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഇനി ഒരുപക്ഷെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഈ കപ്പലിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ, ജീവനക്കാർ കുടുങ്ങിയിട്ടുണ്ടോ? വാണിജ്യ കപ്പലാണെങ്കിൽ നിരവധി തൊഴിലാളികൾ അതിനുള്ളിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ അവരെ രക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് മറിയുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം ചരിഞ്ഞ് നമുക്ക് ലഭിച്ച വിവരമുള്ളതുപോലെ ചരിയുകയായിരുന്നോ എന്ന കാര്യമൊക്കെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ആ തരത്തിൽ കൂടി ഇനി ആ വാർത്ത പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നു. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ, അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും രക്ഷിക്കാൻ കഴിഞ്ഞോ? ഈ കണ്ടെയ്നറുകളും മറ്റും ഉള്ള ആദ്യത്തുള്ള ഭൗതിക നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം. അത് ഒരു വശത്ത്, മറുവശത്ത് അതിൽ നിന്നുള്ള കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട കടലിലേക്ക് പോയ കണ്ടെയ്നറുകൾ ആരും ജനങ്ങൾക്കടുത്തേക്ക് എത്തിയാൽ അത് തുടരുത്, അല്ലെങ്കിൽ അടുത്തേക്ക് പോകരുത്, സുരക്ഷിതമായ അകലം പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് നൽകുന്നത്. ഇത് കൊച്ചിയിലാണ് സംഭവിച്ചത്. കൊച്ചിയിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നാണ് എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണമാവുന്നുണ്ടല്ലോ അല്ലേ അരുൺ? അത്തരം വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കൊച്ചിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കൊച്ചി ഉൾക്കടലിൽ തന്നെയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും അതിൽ കുറച്ചുകൂടി വ്യക്തമായി കൃത്യമായി ഏത് ഭാഗത്ത് അല്ലെങ്കിൽ എത്ര ദൂരം, കൊച്ചിയിൽ തീരത്ത് നിന്ന് എത്ര ദൂരമാണ് ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വിവരം വ്യക്തത അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും എവിടെയാണ് കൃത്യമായ പ്രദേശം, എവിടെയാണ് കൃത്യമായ സ്ഥലം, എവിടെയാണ്, എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് കൊച്ചി തീരത്തു നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലം, അത് എത്രത്തോളം കണ്ടെയ്നറുകൾ അതിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്, അത് ഇവിടെ ഏതൊക്കെ ഭാഗത്തേക്ക് വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നൊരു പൊതുവായ ഒരു അറിയിപ്പ് മാത്രമാണ്. പക്ഷേ എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളതാണെങ്കിൽ പോലും വളരെ അടുത്തെത്താൻ വേഗത്തിൽ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പക്ഷേ കൊച്ചിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊച്ചി തീരവുമായി ബന്ധപ്പെട്ട മേഖലകൾ തന്നെയാകാം. അത് എവിടെയൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത്തരം വിശദാംശങ്ങൾ കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നും അതുപോലെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. ശ്രീജ, ശരി അരുൺ, വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം.